ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെച്ചാലേ വഴുതനയും തൈരും വെച്ചിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ വഴുതന തൈര് കറി. അപ്പോൾ ഇതിനാവശ്യമായിട്ട് 2 കപ്പ് തൈര്. ഇത് കട്ട തൈരാട്ടോ എടുത്തേക്കണേ ഞാൻ. നമ്മുടെ നാടൻ തൈരാണെങ്കിൽ അതിലും നന്നായിരിക്കും. ഇത് പാക്കറ്റ് തൈരാട്ടോ. പിന്നെ 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് ഇതിന് 3 വലിയ അതാണ് നാടൻ കത്തിരിക്കായാലും ആക്കാം. ഇത് നമ്മുടെ ഉണ്ട കത്തിരിക്കായ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിരിക്കണത്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിലാക്കി അരിഞ്ഞെടുക്കുക. ഒരുപാട് കനം കുറവാക്കും വേണ്ട, കൂട്ടും വേണ്ട. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഉപ്പാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കനല്ലാണ്ട് അങ്ങോട്ട് വട്ടത്തിൽ അരിയേണ്ട, കുറച്ചൊരു ലേശം കനത്തോട് വേണം കേട്ടോ അരിഞ്ഞ് വയ്ക്കാൻ. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട്, വെള്ളം ഒഴിക്കുന്നവർക്ക് അങ്ങനെ ആക്കാം, പക്ഷേ കുറച്ചുകൂടെ എളുപ്പം ഈ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാനാട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ മസാല ഈ വഴുതനയിലൊക്കെ അങ്ങോട്ട് പെരണ്ട് കിട്ടണ പോലെ നല്ലതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കണം. അപ്പോഴേ ഈ മസാലയൊക്കെ ഈ വഴുതനയിലൊക്കെ നല്ലതുപോലെ പിടിച്ച് അങ്ങോട്ട് റെഡി ആവുള്ളൂ കേട്ടോ. ഒരു കുറച്ച് നേരം ഒന്ന് കൈവച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണൻ്റെ മണമൊക്കെ ഓയിൽ വെച്ച് ഒഴിച്ചിട്ട് വറുത്തെടുത്താൽ ഒരു നല്ലൊരു മണം ഉണ്ടാവും ഈ വെളിച്ചെണ്ണൻ്റെ. അത് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലേ ആ മണം കിട്ടുള്ളൂ കേട്ടോ. ഒരു പ്രത്യേക മണമാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണം. ഇനി നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം നമ്മുടെ വഴുതനയൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ വഴുതനൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് മെല്ലെ മറിച്ചിടാം കേട്ടോ. വെളിച്ചെണ്ണയിൽ എന്ത് വറുത്തെടുത്താലും നല്ല മണവും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാം മറിച്ചൊക്കെ ഇട്ടിക്കണ്. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ നല്ല മൊരിഞ്ഞ് വറന്ന് വന്നിട്ട് കേട്ടോ. അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി അടുത്ത കൂടി ഇതേപോലെ അങ്ങോട്ട് വറുത്ത് കോരി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഉണ്ട് കേട്ടോ. പിന്നെ വലിയൊരു പാത്രത്തിലേക്ക് ഈ 2 കപ്പ് തൈര് ഉള്ളുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം വേണം കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചുറ്റിച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് കറക്കിയെടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നല്ലതുപോലെ അങ്ങോട്ട് ഒടിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ കറിവേപ്പില,
ആദ്യം തന്നെ താളിക്കാനുള്ള ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് 1/4 ടീസ്പൂൺ, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ. ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉണക്കമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് റെഡി ആയിക്കണ്. ഇനി നമുക്ക് ചെറിയ ഉള്ളി അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നല്ലതുപോലെ ഇങ്ങോട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കണം. അതുവരെ ഒന്ന് സ്റ്റൗ ഒന്ന് കുറച്ച് തീ കുറച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ താളിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണ്. നല്ലതുപോലെ ഒന്ന് മുളക് പൊടിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നേരെ തൈരിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വറുത്ത് വെച്ച ആദ്യം തന്നെ വഴുതന അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിച്ചത് കൂടി ഇതിൻ്റെ മേലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് അതുകൂടി ഇതിലേക്ക് ആക്കണം. ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നോക്കൂ നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് ചതച്ചിട്ട് അങ്ങോട്ട് ഈ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഇഞ്ചിയും തൈരും കൂടി ചേർന്ന് അതിനൊരു പ്രത്യേക മണമാണല്ലേ. അപ്പോൾ അതുകൂടി ഈ ഇഞ്ചി കൂടി ഇട്ട് കൊടുത്താൽ കറി സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്നെ.